നമസ്കാരം. നമസ്കാരം. മോദിക്ക് ശേഷം ആര് എന്നുള്ള വലിയ ചോദ്യത്തിന് നമ്മളെല്ലാവരുടെയും ഇന്ത്യൻ ജനത മൊത്തം വലിയ തരത്തിലുള്ള ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. പക്ഷേ അതിനൊരു ഉത്തരം ഇന്നേ വരെ ആർക്കും കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ. കാരണം 2014 മുതൽ 2026 എത്തുമ്പോൾ അജയ്യനായി മുന്നേറുന്ന ഒരേ ഒരു നേതാവായിട്ട് മോദി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ 2024 ഇലക്ഷനിൽ ചെറുതായി എന്നല്ല ഒന്ന് കുലുങ്ങി BJP എന്നുള്ളത് സത്യമാണ്. കാരണം കേവല ഭൂരിപക്ഷത്തിലോട്ട് എത്താത്ത രീതിയിൽ വലിയ തരത്തിലുള്ള വിശ്വാസം BJP ഉണ്ടായിരുന്നു. 2019 എത്തിയപ്പോൾ 300 സീറ്റ് കിട്ടുന്നു. 2014 അത് 260 280 ആയിരുന്നു എന്നുണ്ടെങ്കിൽ 2019 എത്തുമ്പോൾ അത് 300 സീറ്റ് ആകുന്നു. 2024 മത്സരത്തിന് ഇറങ്ങുമ്പോൾ ഇസ്പാർ 400 പാർ എന്ന് പറഞ്ഞായിരുന്നു. ഇപ്രാവശ്യം 400 സീറ്റ് എന്നുള്ളത് പറഞ്ഞായിരുന്നു. അതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന് വലിയ തിരിച്ചടിയായത്. കാരണം ബീഹാറിലും മഹാരാഷ്ട്രയിലടക്കം ഇന്ത്യ മുന്നണി പറഞ്ഞത് ഭരണഘടന അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ഭൂരിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് എന്നുള്ളതും അതിദൂരമല്ലാത്ത ഭാവിയിൽ ന്യൂനപക്ഷങ്ങളുടെ എല്ലാവിധ അവകാശങ്ങളും കവർന്നെടുക്കും എന്നുള്ള തരത്തിലൊക്കെ ആയിരുന്നു. എന്തായിരുന്നാൽ പോലും 2024 മോദിയുടെ കാലൊന്ന് ഇടറി എന്നുള്ളത് സത്യമാണ്. പിന്നീട് ഈ പറഞ്ഞ പോലെ തെലുഗുദേശം പാർട്ടിയുടെയും JDUവിൻ്റെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം മറ്റു പാർട്ടികളെ പിളർത്തുന്നുണ്ട്. അപ്പോഴും ചോദിച്ചിൻ്റെ ബാക്കികൾ മോദി അവസാനിച്ചു കഴിഞ്ഞാൽ മോദി യുഗത്തിന് ശേഷം ഇനി ആര് എന്നുള്ളത് നമുക്ക് ഒരു വശത്ത് പറഞ്ഞ പോലെ യോഗി ആദിത്യനാഥ് ഉണ്ട്, മറുവശത്ത് പറഞ്ഞ പോലെ അമിത്ഷാ എന്ന് പറയുന്ന ആളുണ്ട്. ഇതൊന്നുമല്ല RSSൻ്റെ ഇഷ്ടക്കാരൻ അല്ലെങ്കിൽ RSSൻ്റെ പ്രിയ എന്താ പറയുക ഏറ്റവും വത്സരപുത്രൻ എന്നൊക്കെ പറയുന്ന നിതിൻ ഗഡ്കരിയും മറുവശത്തുണ്ട്. അപ്പം മോദി യുഗത്തിന് ശേഷം 2029 എത്തുമ്പോൾ കാരണം മോദി നിൽക്കുമോ എന്നുള്ളത് വലിയ തരത്തിൽ സംശയമാണ്. കാരണം RSSും BJPയും ഒരുമിച്ചിട്ടാണ് 75 വയസ്സിന് മുകളിൽ ഒരാളും ഇനി പറഞ്ഞ പോലെ മന്ത്രിസഭയിലോട്ട് വരണ്ട, മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനം RSSും BJPയും ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അതെന്തായാലും ഓൾറെഡി എക്സീഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ 2029 എത്തുമ്പോൾ മോദിക്ക് സ്വാഭാവികമായിട്ടും 79-78 വയസ്സാവും. അപ്പോൾ പിന്നെ എന്തായാലും മോദി നിൽക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ അടുത്തത് ആര് എന്നുള്ള വലിയ ചോദ്യത്തിന് നിൽക്കുന്നുണ്ട്. എങ്ങനെ നിതിൻ ഗഡ്കരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമോ, അതുമല്ല അമിത്ഷാ ഈ പറഞ്ഞ പോലെ തന്ത്രങ്ങൾ മെനയുന്ന രാജ്യത്തിൻ്റെ എല്ലാവിധ തന്ത്രങ്ങൾക്കും കുതന്ത്രങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ചാണക്യൻ എന്നറിയപ്പെടുന്ന അമിത്ഷാ തന്നെയാകുമോ? ഇതൊന്നുമല്ല UPയിലെ സന്യാസി യോഗി ആദിത്യനാഥ് ആകുമോ? സാർ എങ്ങനെ ഇതിനെ വീക്ഷിക്കുന്നു? താങ്കൾ പറഞ്ഞ മോഡി ഇപ്പോൾ അധികാരത്തിലിരിക്കുന്നത് ആ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഒരു അഖിലേന്ത്യാ നരേറ്റീവ് എടുക്കുകയാണെങ്കിൽ മോഡി ദുർബലനാണ്. മോഡി ഒരു അഖിലേന്ത്യാ നേതാവെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. മോഡിയുടെ രണ്ട് ശക്തി അല്ലെ BJPയുടെ രണ്ട് ശക്തി സ്രോതസ്സുകളായ ഹൈന്ദവ മതപരമായ കാഴ്ചപ്പാടും, വർഗീയതയെന്ന് ഞാൻ പറയുന്നില്ല, മതപരമായ കാഴ്ചപ്പാടും, രണ്ടാമത്തത് ഹിന്ദിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളുമാണ്. അത് വിദ്യാഭ്യാസ പദ്ധതിയിലും PMCയിലെല്ലാം അത് കടന്നു വരും കുറേശ്ശെ. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത, മോഡിക്ക് എങ്ങനെ ഇത്തരം കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാൻ പറ്റുന്നു എന്ന് ചോദിച്ചാൽ മോഡിയുടെ സർക്കിളിന് പുറത്താണ് ഭൂരിഭാഗം സംസ്ഥാനങ്ങളും. മോഡിയുടെ അടിത്തറ സ്വാധീനിക്കുന്ന ശക്തികൾക്ക് പുറത്ത്, അത് ഹിന്ദുത്വത്തിനും അല്ലെങ്കിൽ ഹിന്ദുക്കളല്ലാഞ്ഞിട്ടല്ല, ഹിന്ദുത്വ രാഷ്ട്രീയം പുലരാത്തവരാണ്. ഹിന്ദുത്വത്തിനും ഹിന്ദിക്കുമൊക്കെ അകലെ അല്ലെ ആ വട്ടത്തിനപ്പുറം നിൽക്കുന്ന സ്റ്റേറ്റുകളാണ് കൂടുതലും. ഇപ്പം എന്തിന് മഹാരാഷ്ട്ര പോലും മറാത്തിയാണ്, ശിവജിയാണ് അവരുടെ നേതാവ്. തനി ഹിന്ദുമത വിശ്വാസിയായിരുന്നു, ശിവജിയാണ്. അതുപോലെ ഇങ്ങോട്ട് മാറിയ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഈ 3-4 സംസ്ഥാനം ഒഴിച്ച് ബാക്കി എങ്ങും മോഡിയുടെ അടിത്തറയില്ല. ഇപ്പോൾ കേരളത്തിലേക്ക് വന്ന കേരളത്തിൽ ഇടതുപക്ഷമാണ് അല്ലെ കോൺഗ്രസ്സാണ്, മതേതര കക്ഷികൾക്കുള്ള പ്രാധാന്യം. ഹിന്ദിക്ക് കാര്യമായ പ്രാധാന്യമില്ല. തമിഴ്നാട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാലും ഇത് തന്നെയാണ് സ്ഥിതി. അവിടെ ഹിന്ദിക്ക് പ്രാധാന്യമില്ലെന്ന് മാത്രമല്ല, ഹിന്ദുക്ക് ഇതിനെ വൈരാഗ്യത്തോടെ കാണുന്നു. ഉത്തരേന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന രാമക്ഷേത്രത്തോടൊപ്പം തന്നെ രാവണനെ ഒരു പൂജ ചെയ്യുന്നു തമിഴ്നാട്ടുകാർ. ആന്ധ്രയിൽ ഏറെക്കുറെ അത് തന്നെയാണ് സ്ഥിതി. ഒറീസയിൽ അത് തന്നെയാണ് സ്ഥിതി. ഒറീസയിൽ ഭാഷയില്ല, മതത്തിൻ്റെ സ്വാധീനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ക്രമത്തിൽ ഏത് സമയത്തും ചെറിയ വിള്ളലുകൾ ഉണ്ടാകുമ്പോൾ മോഡി തകരാൻ തുടങ്ങും. ഇപ്പോൾ മോഡിയുടെ ബലം എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പുകളിൽ നമ്മൾ പറയാറുള്ള ഇലക്ഷൻ ഒബ്സർവേഴ്സ് പറയാറുള്ള ഒരു അനാലിസിസിന് ഉപയോഗിക്കുന്നതിന് മുദ്രാവാക്യമുണ്ട്, ദെയർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ്. TINA. അപ്പോൾ ദെയർ ഈസ് നോ അതർ ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരാൾ ചോദിക്കുക മോഡിക്ക് പകരം ആര് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയുടെ പേര് പറയാറായിട്ടില്ല എന്ന് ഞാൻ പറയും.
സത്യമാണത്. ഞാനും അത് തന്നെ വിശ്വസിക്കുന്നത്. രാഹുൽ ഗാന്ധി മോദിയോടൊപ്പം നിൽക്കാൻ മാത്രമൊന്നും ഇപ്പോഴും വളർന്നിട്ടില്ല എന്നുള്ള സത്യാവസ്ഥ. വളരെ അഞ്ഞിട്ടില്ല, അല്ല അദ്ദേഹത്തിന് അവസരങ്ങൾ കിട്ടി വരണം. അവസരങ്ങൾ പലപ്പോഴും കിട്ടിയിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തിന് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഭാരത് ജോഡോ യാത്രയ്ക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നുണ്ടെങ്കിലും പല നേതാക്കന്മാരും കോൺഗ്രസിൽ നിന്ന് കൊഴിഞ്ഞു പോയി എന്നുള്ളതാണ്. പല ഇലക്ഷനിലും തോറ്റുപോയി എന്നുള്ളതാണ്. ഇപ്പം ഹരിയാന ഇലക്ഷനിലടക്കം ചെറിയൊരു വിട്ടുവീഴ്ചയ്ക്ക് കോൺഗ്രസ് തയ്യാറായിരുന്നു. അതെ, ആം ആദ്മി ചോദിച്ചത് വെറും 4 സീറ്റായിരുന്നു. അത് കൊടുക്കില്ല പറഞ്ഞപ്പോൾ അവസാനം ആം ആദ്മി പറഞ്ഞ ഒരൊറ്റ സീറ്റിൽ ഞങ്ങൾക്ക് മത്സരിക്കാൻ തരണം എന്ന് പറഞ്ഞു. അതുപോലും കോൺഗ്രസ് കൊടുത്തില്ല, ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചു. അതെ, കോൺഗ്രസ് തോറ്റത് വെറും 2% അന്ന് ഇന്ത്യ മുന്നണി തോറ്റത്. ആം ആദ്മി പിടിച്ചത് 3% വോട്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി ആം ആദ്മി കൂടെ കൂട്ടിയിരുന്നു എന്നുണ്ടെങ്കിൽ ആം ആദ്മിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ജയിക്കാൻ പറ്റില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ കൂടെ നിന്നാൽ സുഖമായിട്ട് ഇരുമുന്നണിക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജയിക്കാമായിരുന്നു. പക്ഷേ കോൺഗ്രസിൻ്റെ ഒരു പിടിവാശി, ഇപ്പോൾ AICC നേതാവ് എന്നുള്ള രീതിയിൽ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ പോലും കൃത്യമായി കോൺഗ്രസിനെ കയ്യിലാക്കാൻ അല്ലെങ്കിൽ താൻ പറഞ്ഞ രീതിയിൽ കോൺഗ്രസിനെ നയിക്കാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധി വളർന്നിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അതുകൊണ്ട് മനസ്സിലായത്. അല്ല, അവിടെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നത് ചിലപ്പോൾ സോണിയാഗാന്ധിക്ക് തന്നെയായിരിക്കും ഇപ്പോഴും. കാരണം സോണിയാഗാന്ധിയോടാണ് ഇവരെല്ലാം ലോയൽ ആയിട്ട് നിൽക്കുന്ന പല നേതാക്കന്മാരും. രാഹുൽ ഗാന്ധി നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥിയെ മാറ്റാൻ സോണിയാഗാന്ധി വിചാരിച്ച് സാധിക്കുന്നുണ്ട്. അപ്പം രാഹുൽ ഗാന്ധി ലീഡർഷിപ്പായിട്ട് അസേർട്ട് ചെയ്ത് പറയണമെങ്കിൽ ഒന്ന് താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് പറയാൻ പറ്റണം. ഇവിടെ വി ഡി സതീശൻ കാണിച്ച ഏറ്റവും വലിയ ഗുണം, താൻ മുഖ്യമന്ത്രിയായാൽ അല്ലെ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ UDF അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അത് കൃത്യമായി മുമ്പോട്ട് വയ്ക്കുന്നു. വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ താൻ ധൈര്യപൂർവ്വം വനവാസത്തിന് പോകുന്നത്. അതുപോലെ തന്നെ തെറ്റായ നേതാക്കന്മാരെ, അത് അൻവറായാലും രാഹുൽ മാങ്കൂട്ടാണേലും തെറ്റായ നേതാക്കന്മാരെ ഒഴിവാക്കി നിർത്തുന്നതിനും സതീശൻ താല്പര്യം കാണിച്ചു. ഇവിടെ നമുക്ക് കഴിഞ്ഞ രാജീവ് ഗാന്ധിയുടെ ഗവൺമെൻറ് തകർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണക്കാരൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതാവ് എന്ന് പറഞ്ഞാൽ ചിദംബരമാണ്. മെയിൻ അഴിമതിയുടെ ഏറ്റവും വലിയ കേന്ദ്രമായിരുന്നു. DMK-യുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ടായിരുന്നു അഴിമതി. അപ്പോൾ ആ P ചിദംബരത്തിനോട് മാറി നിൽക്കാൻ പറയാൻ സോണിയാഗാന്ധിക്ക് പറ്റിയോ? എന്ത് അത് കൃത്യമായിട്ട് ചെയ്യേണ്ടതായിരുന്നു. അത് കൃത്യമായി അത്തരം ചില ജോലികൾ ഇവിടെയും പോലും ശബരിമല വിഷയത്തിൽ പോലും പത്മകുമാറിനെ മാറ്റി നിർത്തിയില്ല എന്നുള്ളതാണ് CPM-നെതിരായിട്ടുള്ള ഏറ്റവും വലിയ ആരോപണം. ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടിയപ്പോൾ അതിലടക്കം അവർ പറഞ്ഞത് ശബരിമല വിഷയത്തിൽ CPM-ന്റെ ഏറ്റവും വലിയ പാളിച്ച അവിടെയാണ് പറ്റിയെന്നുള്ള പത്മകുമാറിനെതിരെ ആരോപണം വന്നപ്പോൾ അപ്പം തന്നെ അദ്ദേഹത്തെ മാറ്റി നിർത്തണമായിരുന്നു. മാറ്റി നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള തിരിച്ചടി ഒരിക്കലും പാർട്ടിക്ക് ഉണ്ടാവില്ലായിരുന്നു എന്നാണ് അവർ ഇന്നലെ വിശകലനം ചെയ്തത്. ഇവിടെ വീണ്ടും മോഡിയുടെ ബലം എന്ന് പറഞ്ഞത് മോഡിയുടെ ശത്രുക്കളെ മോഡി വളരാൻ സമ്മതിക്കുകയാണ്. അതായത് പാർട്ടിക്കകത്തുള്ള ശത്രുക്കളെ വളരാൻ സമ്മതിക്കുമ്പോൾ മോഡി അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ചെയ്യും. അവർ മാക്സിമം കറപ്റ്റായിരിക്കാൻ അല്ലെ അവരെ കറപ്ഷനുള്ള എല്ലാ സാഹചര്യങ്ങളും സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കാം. ഇവിടെ അത് നടന്നിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പം സമ്പത്തിൻ്റെ കാര്യത്തിലായാലും രാജേഷിൻ്റെ കാര്യത്തിലായാലും P രാജീവിൻ്റെ കാര്യത്തിലായാലും അവരൊന്നും ഒരിക്കലും പിണറായി വിജയനെതിരെ തിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ ഇവരെയൊക്കെ ചില വെട്ടിക്കൊണ്ട് ചാടിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മോഡി ചെയ്തിരിക്കുന്നത്. ഇപ്പം മോഡി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരിസ്ഥിതിയിൽ ഏറ്റവും സീനിയറായിട്ട് വരാൻ സാധ്യതയുള്ള രാജ്നാഥ് സിംഗ് ഉണ്ട്, പിന്നെ അമിത്ഷായുണ്ട്, അതുപോലെ തന്നെ ഗഡ്കരിയുണ്ട്. പാർട്ടിക്കകത്തും RSSലും ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് ഗഡ്കരിയാണ്. RSSുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളത് ഗഡ്കരിക്കാണ്. ഈ പറഞ്ഞ പോലെ യോഗി ഒരിക്കലും RSSകാരനല്ല, അദ്ദേഹം VHPക്കാരനായിരുന്നു. പക്ഷേ RSSന്റെ സംഘടനയിൽ അദ്ദേഹം വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും RSSന്റെ സംഘടനയിൽ ചട്ടക്കൂടിനുള്ളിൽ വളർന്നു വന്ന RSSന്റെ പുത്രൻ എന്ന് പറയുന്നത് നിതിൻ ഗഡ്കരി തന്നെയാണ്. അല്ല, രാജ്നാഥ് സിംഗിനും യോഗിക്കുള്ള ഒരു അയോഗ്യതയായിട്ട് അല്ലെങ്കിൽ അവരെ എതിർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം ഇവർ താക്കൂറാണ്, രജപുട്സാണ്. അപ്പോൾ ഇവർക്കെതിരായ ഒരു വികാരം അവിടെ ഉണ്ട്. താക്കൂറിനെതിരായി ജാട്ടിൻ്റെയും ജാദവിൻ്റെയും ഒക്കെ ഇടയ്ക്കൊരു വികാരമുണ്ട്, ബ്രാഹ്മിൻസിൻ്റെ ഇടയ്ക്കൊരുണ്ട്. അപ്പോൾ അത് ആര് ഉപയോഗിക്കും? മോഡി ഉപയോഗിക്കും. ഇപ്പോൾ രാജ്നാഥ് സിംഗ് നാളെ മോഡിയെ വെല്ലുവിളിക്കാൻ ശ്രമിക്കുമ്പോൾ രാജ്നാഥ് സിംഗിനെ താക്കൂറായിട്ട് കൊണ്ടുവരും, അവതരിപ്പിക്കും. അപ്പോൾ അത്തരം കലാപരിപാടികൾ സമർത്ഥമായിട്ട് ഇവിടെ നടക്കും. ഇനി മോഡി പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള മോഡി ഇളകി തുടങ്ങി എന്നുള്ളതിൻ്റെ തെളിവ് ഇപ്പോൾ ഈ കുറച്ച് സമരം CJPക്കാരുടെ സമരം നടത്താൻ ജനങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഗ്രൂപ്പോ സംഘടനയോ നേതാവോ ഒരു ഓൾ ഔട്ട് സമരത്തിന് മോഡിക്കെതിരായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മോഡിയുടെ അടിത്തറ തന്നെ ചെയ്യും. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ അവർ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള രീതിയിൽ BJP രംഗത്തെത്തി കഴിഞ്ഞു. BJP മോദി നേരത്തെ തന്നെ രാവിലെ തന്നെ ട്വീറ്റ് ചെയ്തു, യുവാക്കളാണ് ഇന്ത്യയുടെ ഫ്യൂച്ചർ ഭാവി എന്നുള്ളതും അതുകൊണ്ട് അവർക്ക് വേണ്ടി ഏതറ്റം വരെയും പോകുന്നുള്ളതും അവർക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന കേസുകളെല്ലാം അതിവേഗ കോടതിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെയാണ് മോദി പറഞ്ഞിട്ടുള്ളത്. അല്ല, അതിനകത്ത് മോഡി സ്കോർ ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലായിരിക്കും. BJPക്ക് അകത്ത് നാളെ മോഡിക്കെതിരായി വളർന്നു വരാൻ സാധ്യതയുള്ളവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ആയുധമായിരിക്കും പിള്ളേർ. അങ്ങനെയാകാം. ധർമ്മേന്ദ്ര പ്രധാൻ എവിടെ ആരുടെ കൂടെ നിൽക്കുന്ന ആളാണെന്ന് നമുക്കറിയത്തില്ല.
ധർമ്മേന്ദ്ര പ്രധാൻ കൃത്യമായി RSSന്റെ ആളാണ്. അപ്പോൾ ഒഡീസയിൽ നിന്നുള്ള RSSന്റെ നേതാവാണ്. മാത്രമല്ല RSSന്റെ ഫണ്ടറാണ്. ഏറ്റവും കൂടുതൽ പൈസ RSSനും BJPക്കും വേണ്ടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ആരോപണങ്ങൾ മുഴുവൻ ആരുടെ പടലേക്ക് വയ്ക്കും? ധർമ്മേന്ദ്ര പ്രധാൻ്റെ പടലേക്ക് വയ്ക്കും. കള്ളത്തം അപ്പോൾ അത് ധർമ്മേന്ദ്ര പ്രധാനിൻ്റെ കൊള്ളുക എന്ന് പറഞ്ഞാൽ RSSൻ്റെ കൊള്ളുക എന്നാണ്. അപ്പോൾ മോഡിക്ക് പല പല ആയുധങ്ങളും മോഡി മിനുക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ അതിനെ മറികടക്കണമെങ്കിൽ ഉറപ്പായിട്ടും കോൺഗ്രസ്സിന് ജനങ്ങളോട് കുറേ കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, ഇത് കേരളത്തിലും പറയുന്നുണ്ട്. പക്ഷേ അതിനെ നേരെ ഘടകവിരുദ്ധമായ പ്രവർത്തികൾ പല നേതാക്കന്മാരിൽ നിന്നും പിന്നെയും ഉണ്ടാകുക കേരളത്തിലും ഉണ്ടാകുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട ഉണ്ടാകുന്നുണ്ട്. അവിടെയാണ് കോൺഗ്രസിൻ്റെ മൊത്തത്തിലുള്ള തകരാറ് വരുന്നത്. കേരളത്തിൽ മുൻകാലങ്ങളിൽ വിദ്യാർത്ഥി സമരത്തിൽ കൂടെയും യുവജന സമരങ്ങളിൽ കൂടെയും ഉണ്ടാക്കിയെടുത്തൊരു കോൺഗ്രസ് സ്പിരിറ്റുണ്ട്. അതൊരു നേതാവിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നത്. നേതാക്കന്മാർ കൂട്ടായി ശ്രമിച്ചാണ് കോൺഗ്രസും KSUവും യൂത്ത് കോൺഗ്രസോട് വളർന്നത്. പക്ഷേ അവരെ ആശ്രയിച്ചല്ല ഇത് നിൽക്കുന്നത്. ഉദാഹരണത്തിന് KSU യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിരുന്നു PC ചാക്കോ കോൺഗ്രസിന് പോയിട്ട് ഒന്നും പറ്റിയില്ല. KV തോമസ് അങ്ങനെ പറയാൻ പറ്റില്ല. KV തോമസ് പോയിട്ട് കാര്യമായ കുഴപ്പം പറ്റിയില്ല, കോൺഗ്രസിന് പറ്റിയിട്ടില്ല. അങ്ങനെ പലരും, ഇപ്പോൾ AK ശശീന്ദ്രനാണെങ്കിലും അങ്ങനെ ഓരോരുത്തരുടെ പേരുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ മോഡിക്ക് BJPയിൽ ഇന്നുള്ള ക്ലൗട്ട് വേറൊരു നേതാവില്ല എന്നുള്ളതാണ്. പക്ഷേ നാളെ രാജ്നാഥ് സിംഗും യോഗി ആദിത്യനാഥും ഗഡ്കരി എല്ലാവരും കൂടി യോജിച്ച് മോഡിക്കെതിരെ ഒരു നീക്കം നടത്തിയാൽ, അതായത് കോൺഗ്രസിനകത്ത് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ചന്ദ്രശേഖരൻ, മോഹൻ ദായി ഇവരെല്ലാം ചേർന്ന് അടിയന്തരാവസ്ഥക്കാലത്ത് ഒരു നീക്കം, ജഗജീവൻ റാമും ബഹുഗുണയൊക്കെ ചേർന്നപ്പോഴാണ് ഇന്ദിരാഗാന്ധി തോൽപ്പിക്കാൻ പറ്റുന്നത്. മാത്രമല്ല അടിയന്തരാവസ്ഥ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഇവിടുത്തെ സമരം 77 ഭരണമാറ്റം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആരായിരുന്നു ലീഡ് ചെയ്തത്? കൺസർവേറ്റീവായിട്ടുള്ള നേതാക്കന്മാരല്ല. ജയപ്രകാശ് നാരായണനെ അന്വേഷിച്ചാണ് കുട്ടികൾ പോയത്. ഈ രാഹുൽ ഗാന്ധിയൊക്കെ ഇപ്പോൾ രംഗത്ത് വന്നില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഇവർ ഈ CJPക്കാർ അവരുടെ സ്വന്തം നേതാവിനെ കണ്ടെത്തുമായിരുന്നു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ആളോ അല്ല. അവർ സ്വന്തം നേതാവിനെ കണ്ടെത്തും, ഓട്ടോമാറ്റിക്കാണ്. ഏത് ജനതയും കണ്ടെത്തും. അങ്ങനെയാണ് വരുന്നത് ഓരോ കാലത്തും. ആസാം പ്രഫുല്ല PC മോഹൻദാസ് ആസാമിൽ വന്നു, വിദ്യാർത്ഥി നേതാവ് വന്നത്, മുഖ്യമന്ത്രിയായിട്ട് വന്നു. അപ്പം അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പം ഇവിടെയൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ബീഹാറിലൊക്കെ സുബോധ് ഖാൻ സഹായി, കനയ്യകുമാറൊക്കെ നേതാക്കന്മാരായി വന്നതാണ്. പക്ഷേ അവരെ ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിനോ പ്രതിപക്ഷ നേതൃത്വത്തിനോ പറ്റിയില്ല. പിന്നെ ഒരു കാര്യം കൂടെ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പറയാം, ഒരു ഉറപ്പായും പറയുന്നു, മാർക്സിസ്റ്റ് പാർട്ടി പ്രതിപക്ഷ ഐക്യത്തെ വളരാൻ സമ്മതിക്കില്ല. അതിൻ്റെ കാരണങ്ങളുണ്ട്. അത് അടുത്ത എപ്പിസോഡിൽ തന്നെ നമുക്ക് പറയാമെന്ന് തോന്നും. പക്ഷേ മോഡിയുടെ അടിത്തറ ഇളകിയിരിക്കുന്നു. അടിത്തറ ഇളകിയാൽ ചെറിയൊരു കുലുക്കം വന്നാൽ ചിലപ്പോൾ മൊത്തം കടപുഴി വീഴും. അവിടെ മോഡിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇന്ത്യ മുഴുവൻ സ്വാധീനമുള്ള വേറൊരു നേതാവ്, ഇപ്പോൾ യോഗിയോ രാജ്നാഥ് സിംഗോ ഒന്നും ഇന്ത്യ മുഴുവൻ സ്വാധീനമുള്ള നേതാവല്ല. അങ്ങനെ ഒരു നേതാവ് മോഡി അല്ലായിരുന്നു. പക്ഷേ മോഡി ആ രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവന്നാണ്. ഗുജറാത്ത് കലാപം ഉൾപ്പെടെ ഉള്ള നെഗറ്റീവ് ആസ്പെക്റ്റിൽ കൂടെ മോഡി വളർന്നിട്ടുണ്ട്. അത് മോഡിക്ക് ചിലപ്പോൾ തിരിച്ചടിയാകും. പിന്നെ ഗഡ്കരിയെ അഴിമതിക്കാരായ നേതാക്കന്മാരെല്ലാം മോഡിയുടെ കൂടെ നിൽക്കാൻ നിർബന്ധിതരാണ്. കാരണം ഇവരുടെ അഴിമതിയുടെ വിശദവിവരങ്ങൾ അറിയാം. ഇപ്പോൾ ഉദാഹരണം പിണറായി വിജയനൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത്തരം മാറ്റങ്ങൾ കാണാനും മോഡി നാളെ അജയ്യനാണ് എന്നുള്ള ഇംപ്രഷൻ ക്രമത്തിൽ മാറാൻ ഇപ്പോൾ ഈ സമരം സഹായിച്ചിട്ടുണ്ട്. അത് രാഹുൽ ഗാന്ധി എത്രമാത്രം ഉപയോഗിക്കുമെന്ന് അറിയത്തില്ല. വെറും പബ്ലിക് ഇൻഫർമേഷൻ്റെ പബ്ലിക് ഇൻട്രസ്റ്റ് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി അടിയന്തരമായിട്ട് കോൺഗ്രസിനും ഇന്ത്യക്കും ഒരു ഡയറക്ഷൻ, ഒരു സെക്കുലർ ഇന്ത്യയുടെ ഡയറക്ഷൻ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയാൽ അതിന് അനുകൂല ഫലങ്ങൾ അനുകൂലമായി ജനങ്ങൾ പ്രതികരിക്കും.